അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കുല്ലു ബിദ്അത്തിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും. അപ്പോൾ എല്ലാ ബിദ്അത്ത് എന്തൊക്കെ പുതിയത് വന്നോ, ദീനിൽ പുതിയത് വന്നോ, അതൊക്കെ പെട്ടു ഒന്നും ഒഴിവല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഇവർ പറയും നല്ല ബിദ്അത്തുകൾ പറ്റും, ബിദ്അത്ത് ഹസനത്ത് പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. ഇല്ല, അങ്ങനെ ഈ ഹദീസ് നിന്ന് കിട്ടൂല. പിന്നെ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറക്കൽ യഹൂദ ഇഹ്ദാവ സബഈന ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി പിരിഞ്ഞു. വൈഫ്തറക്കൻ നസാറ ഇസ്ലാവ സബഈന ഫിർഖ, ക്രൈസ്തവർ 72 കക്ഷികളായി പിരിഞ്ഞു. വഹാദിൽ ഹുമ്മ തഫ്തറക്കു സലാസുൻ വൈ സബഈന ഫിർഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. അപ്പോൾ നമ്മുടെ ഉമ്മത്ത് 73 കക്ഷികൾ, നബി സല്ലല്ലാഹു ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, അതെല്ലാം നരകത്തിലാണ്. കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം നരകത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. കണ്ടോ, കുല്ലുവിൻ്റെ കൂടെ എന്താണ് ഒഴിവാക്കുന്നതിന് പറയുമ്പോൾ ഇല്ല എന്ന് വെച്ചിട്ടാണ് പറയുക. ഇല്ല, അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ എല്ലാം എന്നാ. ബാറക്കല്ലാഹു ഫീക്കും. സ്വാഭാവികമായിട്ടും സഹാബാക്കൾ ചോദിച്ചു, മാ ഹിയ യാ റസൂലല്ലാ, ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ്, ആ ഭിന്നിക്കാത്ത കക്ഷി ഏതാണ്? കാരണം സൂറത്ത് ഹൂദിലെ 118 വചനം ലാ യസാലൂന മുഖ്തലിഫീന, അതായത് ഈ ഉമ്മത്ത് ഈ സമൂഹം ഭിന്നിച്ചുകൊണ്ടേയിരിക്കും എന്ന അള്ളാഹിൻ്റെ വചനത്തിൻ്റെ തഫ്സീറിലാണ്, ഇബ്നു കസീറൊക്കെ പോലത്തെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ലാ യസാലൂന മുഖ്തലിഫീന, ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാമൻ റഹിമ റബ്ബക്, നിന്റെ റബ്ബ് കാരുണ്യം കാണിച്ചവരൊഴികെ. ആരാണ് കാരുണ്യം കാണിച്ചവർ? അപ്പോൾ ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ്? മാഹിയ റസൂലല്ല, ആ ഭിന്നിക്കാത്ത കക്ഷി ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം സ്വീകരിച്ചോ ആ മാർഗമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കൊല്ലു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ഈ സമൂഹം ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇത് അല്ലാഹ് പറഞ്ഞതാ. അതിന് നമ്മളിന്ന് സാക്ഷികളുമാണ്. ഇങ്ങനെ ഭിന്നിച്ച് പോവാണ്. അപ്പോൾ ആരാണ് ആ ഭിന്നിയതിൽ നിന്ന് ഒഴിവായി അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുന്ന ആ കക്ഷി, ആ ഫിർഖത്തു നാജിയ, ആ രക്ഷപ്പെട്ട കക്ഷി? അത് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ നോക്കൂ, തബ്ലീഗ് ജമാഅത്ത് ഇതിൽ നിന്ന് ഭിന്നിച്ചു. കാരണം അതിനൊരു സ്ഥാപക നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രവും അദ്ദേഹം പഠിപ്പിക്കുന്നതുമാണ് തബ്ലീഗ് ജമാഅത്ത് പിൻപറ്റുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും അവസ്ഥ. പിന്നീട് വന്ന അധിക കക്ഷികളുടെ അവസ്ഥ, സംഘടനകളുടെ അവസ്ഥ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കൊരു സ്ഥാപക നേതാവുണ്ട്, മൗദൂദി. ഇഖ്വാനുൽ മുസ്ലിമീനൊരു സ്ഥാപക നേതാവുണ്ട്, ഹസനുൽ ബന്ന. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സയ്യിദ് കുത്തുബ്. ഇവരൊക്കെ പുതിയ രീതികളും പുതിയ തത്വങ്ങളും കൊണ്ടുവന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ഇവരൊക്കെ എന്താണ്? ആ നബി സല്ലല്ലാഹു സഹാബത്തിൻ്റെയും മാർഗത്തിൽ നിന്ന് ഭിന്നിച്ച കക്ഷികളാണ്, സംഘടനകളാണ്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാ. അള്ളാഹ് പറഞ്ഞിട്ട് വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹിൻ്റെ ഭാഷത്തെ മുറുകെ പിടിക്കണം, വിശ്വാസത്തിലും മൻഹജിലും ഐക്യപ്പെടണം. ഇതിനാ ദർസ് 1 പറഞ്ഞതാ. അപ്പോൾ ഇവരെങ്ങനെ ഭിന്നിച്ചു? സഹാബത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ചു. അതേപോലെ സൂറത്ത് നിസാ ഞാൻ പറഞ്ഞു, 4-ാം അധ്യായം 115-ാം വചനം, യത്തബി ഗൈറ സബീലൽ മുഅ്മിനീൻ. ഈ വചനം ഇറങ്ങുമ്പോഴുള്ള മുഅ്മിനീങ്ങളെ സഹാബത്ത്, ആ സഹാബത്തിൻ്റെതല്ലാത്തൊരു മാർഗം അവർ പിൻപറ്റിയാൽ അവർ ഭിന്നിച്ചു. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവരെ നരകത്തിലിട്ട് കരിച്ചു കളയും. അങ്ങനെ അവരെ മാർഗത്തിലേക്ക് തിരിച്ച്, അവരേത് മാർഗത്തിലാണ് പോകുന്നത് ആ മാർഗത്തിലേക്ക് തിരിച്ച് അവരെ നരകത്തിലേക്ക് കരിച്ചു കളയും. അതേപോലെ അൽ-ബഖറയിലെ 137 പറഞ്ഞു, 2-ാം അധ്യായം 137, ഫൈൻ ആമനോ ബി മുസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലായി. കാരണം പ്രവാചകന്മാരും സഹാബാക്കൾ റളിയല്ലാഹു വിശ്വസിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലായി. ഫൈൻ തവല്ലൗ, ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞാലോ
ഫൈന്നമാഹും ഫീ ഷിഖാഖ്, അപ്പോഴാണ് അവർ കക്ഷിത്വത്തിലാകുക, അപ്പോഴാണ് അവർ ഭിന്നതയിലാകുക. അപ്പോൾ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞപ്പം ഇല്ല ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്തുകൾ ഒഴികെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ വഹി ഇറക്കി കൊടുത്തിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ചില പണ്ഡിതന്മാർ നല്ല ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്ത് ഹസന അത് അഞ്ച് ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ? അത് ഭാഷാപരമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇല്ലാത്ത പുതിയത് കൊണ്ടുവന്നത് അത് ഭാഷാപരമായിട്ടാണ്, കർമ്മപരമായിട്ടല്ല. ബാറക്കല്ലാഹു ഫീക്കും. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഉമർ റളിയല്ലാഹു അൻഹു തറാവീനെ കുറിച്ച് പറഞ്ഞതുപോലെ നിഅമൽ ബിദ്അ, ഇതൊരു നല്ല ബിദ്അത്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തറാവീനെ കുറിച്ച് പറഞ്ഞില്ലേ? അതൊക്കെ ഭാഷാപരമാണ്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. കാരണം കർമ്മപരമായിട്ട് ശറയ്ക്കെതിരായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഒരു സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടാൽ അവിടെ തറാവി ഖുലഫാഉർ റാഷിദീങ്ങൾ എല്ലാവരും അംഗീകരിച്ചു. അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തു ഖുലഫാഉർ റാഷിദീൻ, നിങ്ങൾ എൻ്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കുക, അണപ്പള്ളി കൊണ്ട് കഴിച്ച് മുറുകെ പിടിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സഹാബാക്കൾ ബിദ്അത്താണത് എന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമാണ്, കർമ്മപരമല്ല. കാരണം കർമ്മപരമായിട്ട് ഒരു സഹാബിയും ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടാൽ അതിനെതിരെ അത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ്, ദലാലത്താണെന്ന് ഒരിക്കലും സംസാരിക്കൂലല്ലോ. നമുക്കും സംസാരിക്കാൻ പാടില്ലല്ലോ ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്ത് സ്ഥാപിതമായാൽ. അതുകൊണ്ട് അതൊക്കെ ഭാഷാപരമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പം ഇല്ലാ ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്തുകൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടില്ല. ഏതുപോലെ? കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലാണ്, ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുല്ലു ബിദ്അത്തിന് തന്നെ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ബിദ്അത്ത് പെടൂല, നല്ല ബിദ്അത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലുള്ള വേറൊരു അബദ്ധം എന്താ? ഇതിന് ശേഷം എന്താ പറഞ്ഞത്? വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. അപ്പം നല്ല ദുർമാർഗങ്ങളുണ്ടോ? അങ്ങനെ പറയേണ്ടി വരൂലേ? നല്ല ദുർമാർഗങ്ങൾ ഇതിൻ്റെ അകത്ത് പെടൂല എന്ന് പറയണ്ടേ? അപ്പം അത് അബദ്ധമാണ്. ഇനി ദുർമാർഗങ്ങളാണെന്നുള്ള ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ബിദ്അത്ത് ഹസനത്ത് ചെയ്യാമെന്ന് എവിടെയാണ് ഖുർആനിലും ഹദീസിലും വന്നത്? സഹാബാക്കളെ ബിദ്അത്ത് എന്നുള്ള പദം ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർഖാൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഹദീസ് സഹിയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബിദ്അത്താണ്. അപ്പോൾ എന്താ? ഭാഷാപരമാണ്. കാരണം കർമ്മപരമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ചെയ്യൂല. ആ ബാങ്കിനെ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിന്. അപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് സ്ഥാപിതമായി. അതുകൊണ്ട് ഇബ്നു ഉമറും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഭാഷാപരമാണ്, കർമ്മപരമായിട്ട് ശർഈ ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്തല്ല. ബാറക്കല്ലാഹു ഫീക്കും.